സ്റ്റാർട്ട്. ഹായ് ഗായ്സ് പറഞ്ഞേ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കോഴിക്കോടേക്കാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇത് നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നതല്ല, മറിച്ച് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ബിരിയാണി കഴിക്കാൻ ഇത്രയും ദൂരം പോകാൻ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് മാത്രമല്ല, അതാ ഈ വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും ഈ ഭ്രാന്ത് തന്നെയാണ്. രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ദൂരം പോയതിന് ശേഷമാണ് നമ്മൾ മാപ്പ് ഇട്ട് നോക്കിയത്. അപ്പോൾ അതിൽ എത്തുന്ന സമയം കാണിച്ചിരുന്നത് 9:30. അപ്പോൾ ആക്ച്വലി വളരെയധികം നേരത്തെ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. നമുക്കെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കോഴിക്കോട് ചെന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കണ്ട ഒരു ചെറിയ ഷോപ്പിൽ കയറി നമ്മൾ വിശപ്പൊന്ന് തൽക്കാലം പിടിച്ചിരുത്താൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. ഏകദേശം തൃശ്ശൂർ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്ലേസാണിത്. അങ്ങനെ വണ്ടിയിലിരുന്ന് ഒരുപാട് നേരത്തെ ഗവേഷണത്തിന് ശേഷം കോഴിക്കോട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കട ഞങ്ങൾ കണ്ടെത്തി. ശ്രീധരേട്ടൻ്റെ പുട്ടുകട. അപ്പോൾ ഇനിയുള്ള യാത്ര ആ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഹൈവേ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ ട്രാവൽ അവർ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ഇത് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് മഴ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവിടെ നമുക്ക് ടോൾ പ്ലാസ കാണാം, ചേട്ടൻ തങ്കച്ചി പാസം. ഏകദേശം ഒരു 10:30 നമ്മൾ ശ്രീധരേട്ടൻ്റെ പുട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. 10:30 പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പുട്ടും മട്ടൻ ഇഷ്ടവും പിന്നെ കല്ലുമ്മക്കായുമാണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി ഓവർ റേറ്റഡ് ആണ്. ഭയങ്കര സംഭവമല്ല, ഓക്കെ ആ രീതിയിലുള്ള ഫുഡാണ്. പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലുമാണ്. ബിരിയാണി കഴിക്കാനുള്ള സമയം ആകാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ബേപ്പൂരിലെ സ്റ്റോൺ ബ്രിഡ്ജാണ്. അറബിക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലമാണിത്. ഒരു കൽപ്പാലമാണിത് ആക്ച്വലി. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കടലിലോട്ട്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സൂര്യാസ്തമനമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് കടലിൻ്റെ ആ ഉള്ളിലേക്ക് അങ്ങോട്ട് പാലം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ കണ്ണെത്താത്ത ദൂരത്തോളം നമുക്കിങ്ങനെ കടലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. കുറച്ച് ചേട്ടന്മാർ ഇവിടെ നിന്ന് ചൂണ്ടിടുന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ കുറച്ച് മീനൊക്കെ കിട്ടുന്നുണ്ട്. കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മുടെ സ്ഥിരം പരിപാടിയായ ഫോട്ടോ എടുപ്പും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇതാ പോവുകയാണേ. കോഴിക്കോട് വന്നാൽ റഹ്മത്തിലെ ബിരിയാണി അത് മസ്റ്റാണ്. അത് കഴിക്കാതെ പോകുന്നവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മളവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ അവരുടെ തന്നെ ചെറിയൊരു ഓട്ടോ സർവീസ് ഉണ്ട്. അതിൽ നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടാക്കും. അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കേശൂട്ടനും ഐശ്വര്യയൊക്കെ ഇവിടെ കളിയായിരുന്നു അത്ര നേരം ഗ്യാപ്പ് കിട്ടിയപ്പോൾ. അത് കഴിഞ്ഞ് അവസാനം നമുക്ക് ഒരു ടേബിൾ കിട്ടി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണികൾ 4 ടൈപ്പ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു, ചിക്കൻ ഓർഡർ ചെയ്തു, പ്രോൺസ്, പിന്നെ മട്ടൻ. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റമാണ് മട്ടൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മട്ടൻ ബിരിയാണി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം എല്ലാ ബിരിയാണിയും ഓക്കെ തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞൊരു മിൻറ്റ് ലൈമും കൂടി പറഞ്ഞു. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തായി പോകുന്നത് മിഠായി തെരുവിലേക്കാണ്. കോഴിക്കോട് വന്നിട്ട് ഹൽവ വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിഠായി തെരുവിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോയിലാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മിഠായി തെരുവിലെത്തി. ഇവിടെ കാണുവാണെങ്കിൽ ഇവിടുത്തെ ഫുട്ബോളിനോടുള്ള ആ ഒരു ആവേശം ഈ ഒരു ഫ്ലെക്സുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ടീമുകളുടെ ഫ്ലെക്സ് ഇവിടെ ഉണ്ട്. നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൽവ കടകൾ തന്നെയാണ്. പല വെറൈറ്റീസ് ഓഫ് ഹൽവകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോഴിക്കോട് വരുന്നവരാരും തന്നെ ഹൽവ വാങ്ങാതെ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളും ഒരുപാട് ഹൽവ കടകളിൽ കയറി എല്ലായിടത്തും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിളുകൾ കിട്ടും. അപ്പോൾ നമ്മൾ നല്ല നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങാം. അങ്ങനെ ഞങ്ങളും കുറച്ച് വാങ്ങി. പിന്നെ ഹൽവ കടകൾ മാത്രമല്ല, ചെരുപ്പ്, തുണി, കൊട, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്ന ഒരു ബ്രോഡ്വേ ആയിട്ടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സും ഹൽവയെല്ലാം വാങ്ങി നമ്മുടെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു ഒന്ന് ബീച്ചിലും കൂടി കയറിയിട്ട് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ സൺസെറ്റൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു ബീച്ചാണ്.
പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ, അതായത് ഫുഡ് ട്രക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്കിത് സൂര്യാസ്തമനമൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു ബീച്ചാണിത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡൊന്നും ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നില്ല. ഷിഗല്ലയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം. പക്ഷേ കോഴിക്കോട് വന്നിട്ട് എങ്ങനെയാണ് കല്ലുമ്മക്കായുടെ ഒരു ഐറ്റം കഴിക്കാതെ പോരുന്നത്? അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ഐറ്റം അന്വേഷിച്ച് നടന്ന അവസാനം ആദാമിൻ്റെ ചായക്കടയിലെത്തി. അവിടെ നമ്മളത് ഓർഡർ ചെയ്തു. പക്ഷെ വിചാരിച്ച പോലെയല്ല. കല്ലുമ്മക്കായ എന്ന് പറയുന്നത് ആ മേളിൽ കാണുന്ന ഒരു ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം മൈദയോ അരിയോ അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഓക്കെ ആയിരുന്നില്ല. ചെറിയൊരു ഫ്ലോപ്പായിപ്പോയി പരിപാടി. അങ്ങനെ ഇന്നത്തെ ഫുഡടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.